ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര നല്ല സുഖത്തിലല്ല കേട്ടോ പോകുന്നത്. കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ദിവസങ്ങളാണ്. പിന്നെ ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മളതിൻ്റെ പുറകെ കിടന്ന് ഓടണ്ടേ. മുഴുവനായിട്ടല്ലെങ്കിലും പകുതിയാണെങ്കിലും നമ്മൾ ഓടണമല്ലോ. അപ്പം അങ്ങനെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ട് ഭയങ്കര ബാക്ക് പെയിനാണ് കേട്ടോ. ഒട്ടും വയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്ന കിടപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞതാ, ഇന്നാണ് ഞാൻ കിച്ചണിൽ കയറിയേക്കുന്നത്. കഴിഞ്ഞ സാറ്റർഡേ തുടങ്ങിയൊരു ബാക്ക് പെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ 1 വീക്ക് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആഹിലിന് ഫുഡ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റാണ്. രാവിലെ അല്ല കേട്ടോ, 5:30ക്ക് അലാം വെച്ചെങ്കിലും എഴുന്നേക്കാൻ പറ്റിയത് 7 മണിയായപ്പോഴാണ്. ചോറ് കൊണ്ടുപോകണില്ല, രാവിലത്തെ പലഹാരം തന്നെയാണ് കേട്ടോ അവന് കൊടുത്തു വിടുന്നത്. കലക്കി ചുട്ട അപ്പവും ചെറുപയർ കറിയാണ് കേട്ടോ കൊടുത്തു വിടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് അതാണ് കൊണ്ടുപോയിരുന്നത് വെച്ചത്. ചപ്പാത്തി വാങ്ങിച്ചിട്ട് ചപ്പാത്തിയും കറിയും വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ അവൻ ക്ലാസ്സിൽ കൊണ്ടുപോയത്. തിങ്കളാഴ്ച തുടങ്ങി അവൻ ചോറ് കൊണ്ടുപോയിട്ടില്ല ക്ലാസ്സിൽ. ഞങ്ങളും ഇതേപോലെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. രാവിലത്തെയും വൈകുന്നേരത്തേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കും, ഉച്ചയ്ക്ക് ചിലപ്പോൾ വയ്ക്കും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു. എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കിച്ചണിലേക്ക് ഞാൻ കയറിയിട്ടേ ഇല്ല കേട്ടോ. ഇന്നാണിപ്പോൾ കയറുന്നത്. ഇന്നാണെങ്കിൽ കൂടി സത്യം പറഞ്ഞാൽ എനിക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. ഞാൻ കുറച്ച് നേരം ജോലി ചെയ്യും, പിന്നെ കുറച്ച് നേരം ഇരിക്കും, അങ്ങനെയാണ് കേട്ടോ. ഇരുന്നാലും അങ്ങോട്ട് ശരിയാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കിടന്നാലാണ് ആ ഒരു ബാക്ക് പെയിൻ കുറയുന്നത്. എന്നാലും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് വേദന കുറവുണ്ട് കേട്ടോ. കുക്കറിൽ വെച്ചിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ മിനിഞ്ഞാന്ന് വെള്ളത്തിലിട്ട് വെച്ചാണ്, പക്ഷേ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒട്ടും വയ്യായിരുന്നു. നമ്മൾ ഓരോ ദിവസം വിചാരിക്കും നാളെ എഴുന്നേക്കാൻ പറ്റും, കിച്ചണിൽ കയറാൻ പറ്റുമെന്ന്, പക്ഷേ എഴുന്നേക്കാൻ പറ്റില്ല. അപ്പോൾ ആ വെള്ളത്തിലിട്ട് വെച്ചത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്നാണ് കേട്ടോ അത് എടുത്തത്. ഇപ്പുറത്ത് കലക്കിച്ചുട്ട അപ്പത്തിനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, അപ്പുറത്ത് ചായയ്ക്കും. ആഹിലിന് മദ്രസ ഉണ്ടായിരുന്നു, മദ്രസയിൽ പോയിട്ടോ. പിന്നെ 29-ാം തീയതി മദ്രസയിൽ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആഴ്ച എല്ലാ ദിവസവും മദ്രസ ഉണ്ടായിരുന്നു. ആലിം നല്ല ഉറക്കമാണ്. ആലിമിനൊരു 10 മണിയാകുമ്പോഴേക്കും അംഗൻവാടി കൊണ്ടുപോയാൽ മതി. ഹസ്ബൻഡാണ് ആലിമിനെ കൊണ്ടുപോകുന്നതും കൊണ്ടുവന്നതൊക്കെ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ബാക്ക് പെയിൻ എനിക്ക് ആലിമിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടാഞ്ഞുകൊണ്ടുള്ളൊരു ബാക്ക് പെയിൻ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ആലിമിൻ്റെ ഡെലിവറി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സമയമായിരുന്നു കേട്ടോ. 2021 ആയിരുന്നു. കൊറോണയൊക്കെ വിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു, എന്നാലും പാർഷ്യലി ഉണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് അന്ന് ഈവനിങ്ങിൽ നമ്മൾ ഡിസ്ചാർജായി, നോർമൽ ഡെലിവറി ആയിരുന്നു. ഡിസ്ചാർജായി 5 ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡിനൊരു ക്ഷീണമൊക്കെ തോന്നിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കോവിഡ് പോസിറ്റീവ് കാണിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് 10 ദിവസം റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, മെയിനായിട്ട് ഡെലിവറി കഴിയുമ്പോൾ പ്രോപ്പർ ഫുഡും റെസ്റ്റും ആണല്ലോ വേണ്ടത്. ഇത് രണ്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഞങ്ങളുടെ പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റിപ്പോയ ദിവസങ്ങളായിരുന്നു കേട്ടോ അന്ന്. കാരണം നമുക്ക് ഫുഡ് വാങ്ങിച്ച് കൊണ്ടുവന്ന ആളാണ് റൂമിൽ കയറി കിടക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ആഹിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആഹിൽ 4th സ്റ്റാൻഡേർഡിലായിരുന്നു. ഞാൻ വന്ന ആ ഒരു ടൈമിൽ, ഡെലിവറി കഴിഞ്ഞ് വന്ന ആ ഒരു ടൈമിൽ അവന് അസൈൻമെൻ്റൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഞാനാണ് അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ അതിനുവേണ്ടി എനിക്കൊരുപാട് ഇരിക്കേണ്ടി വന്നു. കാരണം എല്ലാം പെൻഡിങ് കിടക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് തീർക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരുപാട് നേരം കുത്തിപ്പിടിച്ചിരുന്നാലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, നമ്മളെ നോക്കാൻ ഒരു ഇത്താനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയാണെങ്കിലും കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി കുട്ടി എഴുന്നേറ്റ് കരഞ്ഞാലും
അങ്ങനെ എഴുന്നേൽക്കുകയൊന്നുമില്ല കേട്ടോ, നമ്മൾ തന്നെ എഴുന്നേറ്റ് നോക്കേണ്ടിയും വന്നു. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ഹൈ എമൗണ്ട് ആയിരുന്നു കേട്ടോ അവർ പറഞ്ഞിരുന്നത്. ആ എമൗണ്ട് മാത്രമല്ല, ഇപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ അവരെ നോക്കേണ്ട ഒരവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു. ഒരു 10 ദിവസമൊക്കെ അവരെ ഇവിടെ ഞങ്ങൾ നിർത്തിയുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ പൊയ്ക്കോളാൻ പറയേണ്ടി വന്നു. കാരണം കുട്ടി കരഞ്ഞാൽ പോലും എടുക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് അത്ര എമൗണ്ട് കൊടുത്ത് നമ്മൾ ഒരാളെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ 10 ദിവസം തികച്ചിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾ. പിന്നെ ഞാൻ തന്നെയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അങ്ങനെ ഹസ്ബൻഡ് 10 ദിവസം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പിന്നെയും അസ്വസ്ഥതകൾ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരുപാട് ഇതേപോലെ ഹോസ്പിറ്റലൊക്കെ പോയി നോക്കി, എന്താണെന്നറിയില്ല. അപ്പോൾ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ പറഞ്ഞത്, ഡെങ്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഡെങ്കിയും എലിപ്പനിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഡെങ്കു പോസിറ്റീവാണ് കേട്ടോ കാണിച്ചത്. പിന്നെയും പഴയ പോലെ തന്നെയായി, ആൾക്ക് പിന്നെ റെസ്റ്റായി. അപ്പോൾ എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞ് വന്ന് 3ൻ്റെ അന്ന് മുതൽ സ്റ്റെയർ കയറി തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു റെസ്റ്റ് കിട്ടിയിട്ടില്ല, ഒട്ടും കിടന്നിട്ടുമില്ല. അപ്പോൾ തുടങ്ങി എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു തുടർച്ചയാണെന്ന് തോന്നുന്നു ഇപ്പോഴും മാറാണ്ട് ഈ ഒരു ബാക്ക് പെയിൻ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പക്ഷെ ഞാൻ അത്ര അങ്ങോട്ട് കാര്യമാക്കില്ല. അപ്പോൾ നമ്മളതങ്ങനെ അത് തുടർന്ന് പോകുമ്പോൾ അങ്ങനെ സംഭവിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആലിമിൻ്റെ ഡെലിവറി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു എഫക്റ്റ് ഒരു 6 മാസത്തോളം എനിക്കുണ്ടായിരുന്നു. ഇപ്പം നിലത്തിരുന്ന് തന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു, ആരെങ്കിലും പിടിച്ച് എഴുന്നേൽപ്പിക്കണമായിരുന്നു. നോർമൽ ഡെലിവറി ആണെങ്കിലും ശരിക്കും ഒരു സിസേറിയൻ കഴിഞ്ഞ പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. ഡെലിവറി കഴിഞ്ഞ അന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് തനിയെ എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു, 2 പേര് ചേർന്ന് തന്നെ ഇരുത്തണം, ആ ഒരു കണ്ടീഷനായിരുന്നു. പക്ഷെ ആഹിലിൻ്റെയും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആഹിലിന്. നമുക്ക് ഡെലിവറി ടൈം വരെ ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ആഹിലിൻ്റെ ടൈമിൽ എനിക്ക് അത്ര വെയിറ്റ് ഒന്നുമില്ല, ഏതോ 45 kg അത്ര കണ്ടൊക്കെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആലിമിൻ്റെ വന്നപ്പോൾ കുറച്ച് ഏജ് ഗ്യാപ്പും വന്നല്ലോ കുട്ടികൾ തമ്മിൽ. എന്താണെന്നറിയില്ല, അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6 മന്തൊക്കെ കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തന്നെ തോന്നുകയാണ്, ഞാനിങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിപ്പോകുമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി കേട്ടോ. മെഷീനിൽ അലക്കിയിരുന്ന് വെച്ച ഡ്രസ്സുകളെല്ലാം കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്യാൻ തുടങ്ങി, സ്റ്റെയർ കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തന്നെ എന്നെ മാറ്റിയെടുത്തു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഹെൽത്ത് നോക്കാണ്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കുറേ ബെനിഫിറ്റ് എനിക്കുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനൊരു കണ്ടീഷനൊക്കെ ആയിരുന്നു. പക്ഷെ ഇതേപോലെ ഇടയ്ക്കൊരു പണി കിട്ടും, നടുവേദനയായിട്ടോ കാലുവേദനയായിട്ടോ അങ്ങനെയൊക്കെ. പിന്നെ ആഹിലിൻ്റെ ഡെലിവറി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു, ഹസ്ബൻഡ് പുറത്തായിരുന്നു. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു വോമിറ്റിങ്, നമുക്കൊരു കണ്ടിന്യൂസ് വോമിറ്റിങ് തന്നെയായിരുന്നു, ഫുൾ കിടപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആലിമിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെലിവറിയുടെ തലേ ദിവസം വരെ വീടൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, നമുക്ക് ഹെൽപ്പിന് ആരും വേണ്ടായിരുന്നു. കാരണം എനിക്ക് ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3 മാസം വരെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തു കേട്ടോ. കാരണം ആഹിൽ ക്ലാസ്സിൽ പോകണമായിരുന്നു, അവന് ഫുഡ് കൊടുത്തു വിടണമായിരുന്നു. അതൊക്കെ അതിൻ്റെ ഇടയിൽ മാനേജ് ചെയ്തായിരുന്നു ഞങ്ങൾ. പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഒരു 56 ദിവസം ഉമ്മച്ചി ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കിച്ചണിൽ കയറേണ്ടി വന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് റെസ്റ്റ് പ്രോപ്പറായിട്ട് കിട്ടിയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും റെസ്റ്റ് എടുക്കാത്ത ഒരുപാട് പേരുണ്ടാവും. ഈ ഒരു ബെനിഫിറ്റ് പോലും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു ഇഷ്യൂസ് വരാനുള്ളൊരു പ്രോബ്ലം എന്തായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതേപോലൊരു ചെയർ കൊണ്ടുവന്നിട്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ജോലി ചെയ്തത്. കുറച്ച് നേരം കുക്ക് ചെയ്യും, പിന്നെ കുറച്ച് നേരം ഇരിക്കും.
സത്യം പറഞ്ഞാൽ ട്യൂഷൻ പോലും എടുത്തിട്ടില്ല കേട്ടോ. മൺഡേ സ്കൂൾ ഓപ്പൺ ആയതാണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 3 ദിവസമായി ഞാൻ ഇന്നിപ്പോൾ ട്യൂഷൻ എടുത്തിട്ട്. ഇന്ന് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്കെല്ലാം എക്സാം ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ട്യൂഷൻ എടുക്കാത്തതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആഹിലിനെ കൊണ്ട് പറ്റാവുന്ന പോലെ ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡാണ് മെയിൻ ചെയ്തത്. വീടടിക്കലും തുടക്കലൊക്കെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. കുക്കിങ് അത്ര അങ്ങോട്ട് വശമില്ല കേട്ടോ ഹസ്ബൻഡിന്. ചിക്കനും ബീഫൊക്കെയാണ് വെച്ചോളും. ബാക്കിയുള്ളത് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. ഒരു 4 ദിവസം ഞാൻ കിടന്ന കിടപ്പ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, നമുക്ക് അത്യാവശ്യത്തിന് ബാത്റൂമിൽ പോകാൻ എഴുന്നേക്കുമെന്നല്ലാണ്ട് ഫുൾ ഞാൻ കിടപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ സാഹചര്യമൊക്കെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ ഓർത്തിട്ടാണ് കേട്ടോ. നമുക്ക് ഫുഡ് പുറത്തുനിന്നാണെങ്കിലും വാങ്ങിച്ച് കഴിക്കാമല്ലോ. ചെടികൾ നനയ്ക്കാനായിട്ട് ഏറ്റവും മുകളിൽ വരെ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെടി നനയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ചെടികൾ ഉണങ്ങി നിൽക്കുമായിരിക്കും, വെള്ളം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ നിന്നിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ദിവസം ഡിലേ വന്നത് കേട്ടോ. അപ്പോൾ ആഹിലിനെ കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ ഉണ്ടല്ലോ, ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അങ്ങനെ ലീക്കേജ് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഹാൻഡിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കയ്യിൽ പിടിക്കാനൊക്കെ സുഖമാണ്. ചെറിയ സൈസാണല്ലോ, അതുകൊണ്ട് കയ്യിൽ നിന്ന് അങ്ങനെ സ്ലിപ്പായി വീഴുന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഗ്ലാസ് ബോട്ടിലായത് കാരണം നമ്മൾ വെക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. നല്ല ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ എത്ര ദിവസം വീഡിയോ എടുക്കാത്തതിൻ്റെ ഒരു കാരണം പറയാൻ കൂടിയായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഇന്നാണ് ഞാൻ കിച്ചണിൽ കയറണതും. അപ്പോൾ ആഹിലിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് വെച്ചിട്ടില്ല. ചോറപ്പോൾ സാവകാശം കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ വെക്കാമല്ലോ എന്ന് ഓർത്തു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അതും ഈ പറഞ്ഞ പോലെ പതുക്കെ ചെയ്താൽ മതിയല്ലോ. കുറച്ച് കഴിയുമ്പോൾ ആലിമും അംഗനവാടിയിലേക്ക് പോവും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.